ലൈഫ് ഈസ് ദ ഫ്ലവർ ഫോർ വിച്ച് ലവ് ഈസ് ദ ഹണി. ഞാൻ ബീന. ഇന്ന് ക്രിസ്തുമസാണ്. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ആഘോഷമാണ് ക്രിസ്തുമസ്. ഈ മനുഷ്യരിലേക്ക് പ്രതീക്ഷയും സ്നേഹവും പകരുന്ന ദിനമാണിന്ന്. ഞാനിന്ന് സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്നേഹം എന്നത് വെറുമൊരു വികാരമല്ല. സ്നേഹം എന്നത് അടക്കാനാവാത്ത ഒരു അനുഭവമാണ്. സ്നേഹത്തിൽ കരുതലുണ്ട്, പിന്തുണയുണ്ട്, രക്ഷയുണ്ട്, വിശ്വാസമുണ്ട്, അതിൽ വേദനയുണ്ട്, അതുപോലെ താങ്ങുണ്ട്, സൗഭാഗ്യമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ സൃഷ്ടിക്കാനും ഒന്നുമുണ്ട്. അതായത് തളർന്നവനെ താങ്ങുന്നു, അതുപോലെ ഒറ്റപ്പെട്ടവനെ ബന്ധിപ്പിക്കുന്നു, പേടിക്കുന്നവന് ധൈര്യം കൊടുക്കുന്നു, അതുപോലെ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നു. യഥാർത്ഥ സ്നേഹത്തിൽ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ആകാതെ നിങ്ങളെ നിങ്ങളായി തന്നെ കാണാൻ അനുവദിക്കുന്നതാണ് സ്നേഹിക്കുന്ന ഒരാൾ ചെയ്യുന്നത്. സാധാരണയായി നമ്മൾ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ആലിംഗനങ്ങൾ, ചിരികൾ, സന്തോഷങ്ങൾ, മനോഹരമായ ആഘോഷങ്ങൾ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ്. എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു ബന്ധമാണ്. യഥാർത്ഥ സ്നേഹം മനുഷ്യൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു ശക്തിയാണ്. ശരിക്കും ഈ സ്നേഹം എന്ന് പറയുമ്പോൾ യഥാർത്ഥ സ്നേഹം വാക്കുകൾക്കൊക്കെ അതീതമാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളോടൊപ്പം ഇരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലെ ഭാരം കുറയുന്നു, അയാളുടെ ശ്വാസം വളരെ ലളിതമാകുന്നു, അയാളുടെ ജീവിതം വളരെ ലഘുവായി മാറുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്നേഹം എപ്പോഴും വലിയ നിമിഷങ്ങളിലല്ല, ആഘോഷങ്ങളിലും യാത്രകളിലും പ്രത്യേക ദിവസങ്ങളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചെറിയ ദൈനംദിന കാര്യങ്ങളിൽ, ചെറിയ ചെറിയ കാര്യങ്ങളിലും ഈ സ്നേഹം, യഥാർത്ഥ സ്നേഹം നമുക്ക് കാണാം. നമ്മൾ വളരെ ക്ഷീണിതയായി വന്നിരിക്കുമ്പോൾ നമ്മളോട് ഇന്ന് ബുദ്ധിമുട്ടായിരുന്നോ എന്ന ഒരു കരുതലോടെയുള്ള ഒരു ചോദ്യം. അതുപോലെ തന്നെ നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കാമോ എന്നുള്ള ഒരു ലാളനയിലുള്ള ചോദ്യം. ഇതൊക്കെയാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹം എല്ലായ്പ്പോഴും പെർഫെക്റ്റ് അല്ല. സ്നേഹം ഫെയറി ടെയിൽ പോലെയും അല്ല. സ്നേഹത്തിൽ വഴക്കുകൾ ഉണ്ടാകാം, ബഹളങ്ങൾ ഉണ്ടാകാം, പരസ്പരം ശബ്ദമുയരുന്നതായിട്ട് കാണാം. ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ഈ പ്രശ്നങ്ങളൊക്കെ വേദനകൾ ഉണ്ടാക്കുമെങ്കിലും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൽ ഒട്ടും കുറയുന്നില്ല എന്ന ഒരു മനസ്സിലൊരു തോന്നൽ ഉണ്ടാകുന്നതാണ് യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ ബന്ധവും. സ്നേഹം എന്നത് ഒരു വികാരം മാത്രമല്ല, അത് ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളും മസ്തിഷ്ക പ്രവർത്തനങ്ങളും ബുദ്ധിമുട്ടുകളും ബന്ധങ്ങളുടെ പഠനവും എല്ലാം ചേർന്നതാണ് ഈ സ്നേഹം. സ്നേഹത്തിലുള്ള ഹോർമോണുകളെ പറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഡോപ്പമീനാണ്, ഓക്സിറ്റോസിനാണ്, സെറോട്ടോണിൻ ഉണ്ട്. ഇവയെല്ലാം ഉണ്ട്. ഇവയെപ്പറ്റി ഓരോന്നിനെ പറ്റിയും നമുക്ക് നോക്കാം. ഡോപ്പമിനെ പറ്റിയാണ് ആദ്യമായിട്ട്. ഒരു വ്യക്തിയെ കാണുമ്പോഴും അവരുമായി സംസാരിച്ചു കഴിയുമ്പോഴും മസ്തിഷ്കം ഈ ഹോർമോൺ പുറത്തുവിടുന്നു. ആനന്ദം, ഉന്മേഷം, ആകർഷണം എന്നിവ നൽകുന്ന ഹോർമോണാണ്. അടുത്തതായിട്ട് ഓക്സിറ്റോസിനെ പറ്റി നോക്കാം. സ്നേഹബന്ധത്തിൻ്റെ ഹോർമോണാണ്, ബോണ്ടിങ് ഹോർമോൺ എന്ന് പറയും. കണ്ണിൽ കണ്ണിൽ നോക്കുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴും ഇത് വർദ്ധിക്കുന്നു. വിശ്വാസം, സുരക്ഷ ഇവയുടെ അടിസ്ഥാനമാണിത്. അടുത്തത് സെറോട്ടോണിനെ പറ്റിയായാലോ, സമാധാനത്തിൻ്റെ ഹോർമോണാണ്. ഒരു ബന്ധം സ്ഥിരതയിലാകുമ്പോൾ സെറോട്ടോണിനാണ് ഇത് സമ്മാനിക്കുന്നത്. സ്നേഹം ഒരു കെമിക്കൽ ആക്ടിവിറ്റിയാണ്. ഓക്സിറ്റോസിൻ എന്ന ബോണ്ടിങ് ഹോർമോണാണ് ഇത് അറ്റാച്ച്മെൻ്റ് എന്ന അനുഭവം ഉണ്ടാക്കുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ ഒരാൾക്ക് ഒരാളുമായി ഒന്ന് കണക്റ്റ് ആകുമ്പോൾ ഓക്സിറ്റോസിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ മസ്തിഷ്കത്തിൽ ആക്റ്റീവ് ആകുകയാണെങ്കിൽ ആ വ്യക്തിക്ക് മറ്റേ വ്യക്തി ഇല്ലാതെ പറ്റില്ല. ആ വ്യക്തിയുമായിട്ട് വളരെ അടുപ്പം തോന്നും. എന്നാൽ ഇത് ഒരിക്കൽ തോന്നിയെന്ന് വെച്ച് ആ ആളെ കാണുമ്പോൾ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. ബോണ്ടിങ് ഹോർമോൺ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സ്നേഹബന്ധം ഉണ്ടായിരിക്കും. എന്നാൽ ബോണ്ടിങ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതെ വന്നാൽ സ്നേഹബന്ധം ഇല്ലാതെയാകും. ഒരാളെ നമുക്ക് തല്ലി സ്നേഹിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. സ്നേഹം ഒരു വ്യക്തിക്ക് തോന്നിയാലുണ്ടാകും, തോന്നിയാലുണ്ടാകില്ല. ഒരു വ്യക്തിയെ കൊണ്ട് സ്നേഹം തോന്നിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഡിസംബറിൽ മഞ്ഞ്
മനോഹരമായ കരോൾ സംഗീതം, മനോഹരമായ പുൽക്കൂടുകൾ, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, ഇവയെല്ലാം ചേർന്ന് മധുരിതമാകട്ടെ ഇപ്രാവശ്യത്തെ ക്രിസ്തുമസ് ആഘോഷം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ജീവിതത്തെ മാറ്റുന്ന ഒരേ ഒരു നിശബ്ദ ശക്തിയാണ് സ്നേഹം. അതിന് ഹൃദയത്തെ പിടിച്ച് കുലുക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ സ്വപ്നങ്ങൾക്ക് ചിറകുവെച്ച് പറപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ മനുഷ്യനെ ഈ സ്നേഹം മാറ്റുന്നു, വളർത്തുന്നു, ഉയർത്തുന്നു, സുഖപ്പെടുത്തുന്നു. അപ്പോൾ മനുഷ്യജന്മത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവ്. എല്ലാവർക്കും സ്നേഹം ലഭിക്കുകയും കൊടുക്കുകയും ചെയ്യുവാൻ കഴിയട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.